അവിടെയും മാധ്യമങ്ങളെ പഴിക്കുന്നു. ദീപക് മലയമ്മ ഒപ്പമുണ്ടായിരുന്നു. ദീപക് മലയമ്മ ആ തിരക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ദീപക്, CPIM സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണം നമ്മൾ കേട്ട് കഴിഞ്ഞു. തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും. സംസ്ഥാന കമ്മിറ്റിയിലേക്കോ ഒന്നും പരാതി വന്നിട്ടില്ല. ജില്ലാ കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരത് നോക്കും. PSC കോഴ വിവാദത്തിൽ ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നടപടിയെടുക്കാൻ പോകുന്നത് റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള ആൾക്കെതിരെ എന്ന മട്ടിലാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ലേ? ഇതുവരെ പരാതി കിട്ടിയിട്ടില്ല. ആകെയുള്ള ഒരു ആക്ഷേപം ഈ റിയൽ എസ്റ്റേറ്റ് ബന്ധമാണ് എന്ന മട്ടിൽ ഒരു പരാതിയുടെ പരിഹാരത്തിലേക്ക് പോകാനുള്ള ഒരു നീക്കം അത് തീരുമാനിച്ചുറപ്പിച്ചു എന്നാണോ ഇവരുടെ രണ്ടുപേരുടെയും പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ദീപക്, സുജയ, കൃത്യമായി അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ പി മോഹനൻ, കോഴിക്കോട് CPMന്റെ ജില്ലാ സെക്രട്ടറി എന്താണോ പറഞ്ഞത് അതിൽ നിന്ന് കടുകിട വ്യത്യാസമില്ലാതെ തന്നെ ഇന്നും അദ്ദേഹം പ്രതികരണം നടത്തുന്നു. മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്, അതിന് പാർട്ടി മറുപടി പറയേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ് പി മോഹനൻ പോകുന്നത്. അതേസമയം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ പരാതി ലഭിക്കാൻ അല്ലെങ്കിൽ പരാതി നൽകേണ്ട സാഹചര്യം പ്രത്യേകിച്ചില്ല എന്നുള്ള നിലപാട് CPM സംസ്ഥാന സെക്രട്ടറി സ്വീകരിക്കുന്നു. കാരണം സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആളാണ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ കൂടിയിരുന്നു കൊണ്ടുള്ളതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഇനി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് പരിശോധിക്കാമെന്നുള്ള നിലപാട് കൂടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അതായത് കോഴിക്കോട് PSC നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന കോഴയാരോപണവും അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളും ഒക്കെ ഉണ്ടാകുമ്പോഴും ആ കാര്യങ്ങൾ പാർട്ടി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഏതെങ്കിലും ഒരാൾ ഒരു വെള്ള പേപ്പറിൽ പേരുകൾ പോലും എഴുതാതെ ഒരു കാര്യം കൊണ്ടുവന്നതിനാൽ അത് എങ്ങനെ പരിശോധിക്കുമെന്നുള്ള നിലപാട് കൂടി CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ പരാതി അവിടെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിൽ പേരുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യുന്നത്. അല്പം മുൻപ് KSKT ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കുന്ന ഘട്ടത്തിലും MV ഗോവിന്ദൻ കൃത്യമായി ചില തിരുത്തലുകൾ ആവശ്യമാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ പൊതുയോഗങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇതേ നിലപാട് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചെന്നാൽ കോഴിക്കോട് ജില്ലയിലെത്തി ഇന്ന് ഇത്രയും സമയം ഏതാണ്ട് 2 മണിക്കൂറോളം അദ്ദേഹം സംസാരിക്കുമ്പോഴും പാർട്ടിക്കകത്ത് ഉണ്ടാകുന്ന ഇത്തരം പുഴുക്കുത്തുകളെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ അതിനെ പുറത്തിടുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനോ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അല്പം മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം വളരെ ലഘൂകരിച്ചുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. കോഴിക്കോടത്തെ PSC നിയമനവുമായി ബന്ധപ്പെട്ട കോഴയാരോപണം ഉൾപ്പെടെ പുറത്തേക്ക് വരുമ്പോൾ അതിൽ പാർട്ടിക്ക് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യത്തിന് അത്തരത്തിൽ പരാതികൾ ലഭിച്ചിട്ടില്ല എന്നുള്ള കർക്കശമായ നിലപാട് തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് പോയത്. അത് കഴിഞ്ഞാണ് പി മോഹനൻ പ്രതികരിച്ചത്. മാധ്യമങ്ങൾ ഇത്തരത്തിൽ ചില പാർട്ടിയെ തളർത്തി കാണിക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തുകയാണ് എന്നുള്ള മുൻ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായ നടപടി വേണമെന്നുള്ളത് ഇന്നലെ തന്നെ CPM സംസ്ഥാന സമിതിയിൽ നിന്നുള്ള നിർദ്ദേശമായി പുറത്തേക്ക് വന്നതാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉൾപ്പെടെ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്തരം വാർത്തകളെയൊക്കെ പൂർണ്ണമായും തമസ്കരിക്കുന്നു നേതൃത്വം എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ജോർജൻ തോമസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപ് ഇതേ ആരോപണം സമാനമായ രീതിയിൽ റിയൽ എസ്റ്റേറ്റ് ബന്ധം ഉൾപ്പെടെയുള്ള ആരോപണം ഉയർന്നപ്പോഴും പാർട്ടി സ്വീകരിച്ച നിലപാട് അദ്ദേഹത്തിനെതിരെ പരാതിയില്ല എന്നുള്ളതായിരുന്നു. ഏറ്റവും ഒടുവിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി കേൾക്കേണ്ടതുണ്ട്. ദീപക് മലയമ്മയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ കൃത്യമായി PSC കോഴ വിവാദത്തിൽ മാധ്യമങ്ങൾ നൽകുന്നത് തെറ്റായ വാർത്തയാണ്, പരാതി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധിക്കും, തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തും. ഇതുവരെ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് മുന്നിലേക്ക് പരാതി എത്തിയിട്ടില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി. അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി പി മോഹനോട് ചോദിക്കൂ എന്ന് പറയുമ്പോഴാണ് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ വളരെ യാദൃശ്ചികമായി അദ്ദേഹം വരുമ്പോൾ ഇക്കാര്യങ്ങൾ ചോദിക്കുന്നു. അതിൽ നൽകുന്ന മറുപടി എന്താണ് എന്നുള്ളതും നമ്മൾ കേട്ടു. എന്താണ് ഇനി പ്രമോദ് കോട്ടൂളിക്കെതിരെ എടുക്കാൻ പോകുന്ന നടപടി? ഇന്നലെ രാവിലെ കോഴിക്കോട്ട് ഒന്നും അറിഞ്ഞില്ല, എല്ലാം മാധ്യമങ്ങളുടെ കോലാഹലം മാത്രമെന്ന് പറഞ്ഞ പി മോഹനൻ ഇന്ന് പറഞ്ഞത് എന്താണ്? MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത് എന്താണ്? കേൾക്കാം ഒരിക്കൽ. സംഘടനാപരമായ നിലപാടുണ്ട്. തെറ്റായ ഒരു പ്രവണതയെയും സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ഏതെങ്കിലും കമ്മിറ്റിയോ അംഗീകരിക്കില്ല. അപ്പോൾ തെറ്റായ ഏത് നിലപാടിനെയും ഫലപ്രദമായി പാർട്ടി ശരിയായ നിലപാടിലൂടെ പ്രതിരോധിക്കും. അതാണ് എവിടെയായാലും എവിടെയായാലും. അതങ്ങനെ ഇങ്ങനെ പറയല്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെ പറയാം? അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമുക്കത് പറയാൻ പറ്റില്ല. അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കല്ലേ ചെയ്യുക. അന്വേഷിച്ച് വരട്ടെ. വെറുതെ ഒരു കടലാസിൽ എഴുതിയിട്ട് ആരെ പേര് കേൾക്ക്, ഒരു കടലാസിൽ വെറുതെ എഴുതിയിട്ട് ഒരാളെ പേരും വെക്കാണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ കയ്യിൽ കിട്ടിയാൽ അത് ഞങ്ങൾ പരിശോധിക്കും. സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി കിട്ടിയില്ല.
അല്ല, കിട്ടിയാൽ പരിശോധിക്കുന്നു. നിങ്ങൾക്ക് പറഞ്ഞാൽ പക്ഷേ പാർട്ടിക്ക് പരാതി കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ഒരു കാര്യം തന്നില്ല. അത് നമുക്ക് വരുന്നതായിട്ട് എടോ, ഞങ്ങൾ പാർട്ടി സെൻട്രൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവരെല്ലാം കൂടി ചേർന്നല്ലേ, റിയാസ് ഉൾപ്പെടെ. പിന്നെ എന്ത് പരാതി വേറെ എഴുതേണ്ട കാര്യമുള്ളത്? ഞങ്ങൾ ഇതെല്ലാം പരിശോധിക്കും. കോഴിക്കോട് ഉണ്ടായ വിവാദ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിൽ സംസ്ഥാന ജില്ലാ കമ്മിറ്റിയോട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന പാർട്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? അതൊന്നും ഞങ്ങളോട് പറഞ്ഞിപ്പോൾ കോഴിക്കോട് ഉണ്ടായ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളോട് പറയേണ്ട കാര്യം എന്താ? അല്ല, അങ്ങനെ ആ കാര്യം നിങ്ങളോട് എന്തിനാണ് പറയുന്നത്? അല്ല മാഷേ, ഞാൻ പറഞ്ഞല്ലോ, ഒരു കടലാസിൽ ആളെ പേരില്ലാണ്ട് ഒരു പരാതി ഞങ്ങൾക്ക് കിട്ടിയാൽ കറിയുന്ന കേൾക്കുന്നു വെറുതെ. അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ ആ പരാതി ഉൾപ്പെടെ പരിശോധിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPM. അതിലെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഇല്ല, ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പരാതി കിട്ടിയില്ല. ഒരു പരാതി ഇതുവരെ സംസ്ഥാന കമ്മിറ്റിക്ക് ഇത്തരത്തിലൊരു കോടതി വിവാദം സംബന്ധിച്ച് പരാതി കിട്ടിയില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഇനി എവിടെയെങ്കിലും പരാതിയും പ്രശ്നവും ഉണ്ടെങ്കിൽ അവിടെ അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതേ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ, പാർട്ടി അരൂപിയായി കിടക്കുക. നിങ്ങളിങ്ങനെ പല വിചാരം എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിന് പാർട്ടി നിർദ്ദേശം ഉണ്ടോ എന്നാ ചോദിച്ചത്. അതാ ഞാൻ പറഞ്ഞത്. അത് ഓരോന്നും അതാത് ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഫലപ്രദമായി അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. പരിശോധിക്കുന്നുണ്ട്. പരിശോധിക്കും. പിന്നെ മാധ്യമങ്ങൾ മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തെറ്റായ വാർത്ത തന്നെയാണ്. ആരോട് അങ്ങനെ തന്നെയാ പറയാം. അത് ആദ്യം പറഞ്ഞത് അത് ശരി, രണ്ടാമത് പറഞ്ഞത് അതും ശരി. എന്താണ് ആദ്യം തന്നെ പരാതി ഉണ്ടെന്നാ പറയാ. പരാതി വന്നാൽ കേൾക്ക്, വെറുതെ ആവശ്യമില്ലാതെ ചർച്ച ഉണ്ടാക്കിയ കാര്യമില്ല. പരാതി വന്നാൽ പാർട്ടിയുടെ രീതിയിൽ പരിശോധിച്ച് അതിലെന്തെങ്കിലും തെറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും പഴമ്പും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതിനാവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും. അത്രയേ ഉള്ളൂ കാര്യം. പാർട്ടി ജില്ലാ സെക്രട്ടറി എടുത്തിട്ടുണ്ടല്ലോ. ജില്ലാ സെക്രട്ടറി ഒരു വാക്ക് ഉപയോഗിച്ചു. ഇന്നലെ ജില്ലാ സെക്രട്ടറി വാക്ക് ഉപയോഗിച്ചു. എന്ത് പരാതിയും പരിശോധിക്കും. ഏത് പരാതിയും പാർട്ടി പരിശോധിക്കും കേട്ടോ. എന്നിട്ട് തിരുത്തേണ്ടതാണെങ്കിൽ ഞങ്ങൾ തിരുത്തുകയും ചെയ്യും. പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ള മാഷ് സംസ്ഥാന കമ്മിറ്റി കിട്ടിയിരുന്നില്ല. അത് കിട്ടിയാൽ അവർ പരിശോധിക്കും. പോരെ. അതിൽ ഇവിടെ മോഹൻ എടുത്ത് തന്നെയുണ്ട് ചോദിച്ചു. സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി